വാസ്തവത്തിൽ അഭിലാഷ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് AICC പേടിച്ചിട്ടാണ് സുധാകരനെ വീണ്ടും പൊടുന്നനെ ഈ കസേരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ ജേക്കബ് സാർ പറഞ്ഞ പോലെ കേവലം 6-7 ദിവസങ്ങൾക്ക് മുമ്പാണ് KPCC കൂടി. അന്ന് ഈ പറയുന്ന താൽക്കാലിക ചുമതലയൊക്കെ MM ഹസൻ ഏറ്റെടുത്തതിന് ശേഷം സുധാകരൻ പിന്നെ തെരഞ്ഞെടുപ്പ് യുദ്ധം കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് KPCC ഓഫീസ് വരിക. അദ്ദേഹം വന്ന് കയറുമ്പോൾ കാണുന്നത് MM ഹസനും അതുപോലെ പിന്നെ നമ്മുടെ VD സതീശനും KC വേണുഗോപാലും അവിടെ പിന്നെ കസേരയിലിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കാണിച്ച ഒരു ചിത്രമാണത്. അദ്ദേഹത്തിനോട് അവിടെ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നു, MM ഹസനൊക്കെ കൈകൊണ്ട് കാണിക്കുന്നു, അപ്പുറത്ത് മാറി ഇരുന്നോളാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ദാസ്മുൻഷിയുടെ ഭാര്യ AICC നിരീക്ഷകയും KC വേണുഗോപാലും പറഞ്ഞു, വോട്ടെണ്ണൽ വരെ താങ്കൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് അതിനകത്തുള്ള ഉള്ളിൽ നടന്ന സംഭവം എന്താണെന്ന് പിന്നെ നമുക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം തിരിച്ചുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് കൊടുത്തത്? പിന്നെ എന്തുകൊണ്ടാണ് ദിവസങ്ങൾക്ക് ശേഷം, കേവലം 3-4 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ വാർത്തകൾക്ക് വിരുദ്ധമായിട്ട് ഇദ്ദേഹത്തിനെ കസേരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കാരണം എന്തുകൊണ്ടാണ്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതായത് ഇദ്ദേഹം ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് വളരെ വിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്. RSSന്റെ ശാഖകൾക്ക് അദ്ദേഹം കാവൽ നിന്നു. ഒരു RSS BJP ചായ്വുള്ള ഒരാളാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ് എന്നുള്ളവരും ഈ സംസ്ഥാനത്തെ ഈ AICC കൊടുക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? ഇപ്പോ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ വിചാരിച്ചാൽ എനിക്ക് BJP പോകാൻ നിങ്ങളുടെ അനുവാദം വേണ്ട, ഞാൻ വിചാരിച്ചാൽ ഞാൻ പോകും, ഐ വിൽ ഗോ വിത്ത് BJP, പക്ഷെ ഞാൻ പോവില്ല, ഞാനെന്നല്ല, എനിക്കൊരു പട്ടിയുണ്ട്, ബ്രൂണോ എന്നാണ് അതിന്റെ പേര്, ആ പട്ടി പോലും BJP പോവില്ല എന്ന് പറഞ്ഞ ആളല്ലേ സുധാകരൻ? അഭിലാഷേ, അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് കണ്ണൂരിൽ സുധാകരൻ തോക്കുന്നുള്ളവരും ഏതാണ്ട് KPCC വരെ അവരുടെ പിന്നെ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള നിർണയത്തിൽ അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അവർ തന്നെ പറഞ്ഞ 4 സീറ്റിലെ സംശയത്തിൽ കണ്ണൂരുണ്ട്. സുധാകരനെ ഈ താൽക്കാലിക ചുമതല പിന്നെ MM ഹസനെ കൊടുത്ത് കണ്ണൂർക്ക് ഓടിച്ചു വിട്ട എന്തിനാ? അദ്ദേഹം പരാജയപ്പെടുന്നു. അതോടുകൂടി സുധാകരൻ്റെ രാഷ്ട്രീയം അവസാനിക്കും. കാരണം ഒരു കോൺഗ്രസിൻ്റെ ഒരു ബാധ്യതയാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ളവർക്കൊക്കെ അറിയാം. ഞാനിന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു. ഇനി പിന്നെ ഡൽഹി PCC പ്രസിഡന്റ് മാതൃകയിൽ ഇദ്ദേഹം രാജിവെച്ച് BJPയിലേക്ക് പോയാൽ ഈ ഇരുളടഞ്ഞ ഭാവിയിൽ നിന്നും അദ്ദേഹം വാർത്ത സൃഷ്ടിച്ചാൽ അത് ദേശീയ തലത്തിൽ തന്നെ അടുത്ത 4 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അതൊരു വലിയ വാർത്തയായി ദേശീയ തലത്തിൽ ശത്രുക്കൾ ഉപയോഗിക്കും. കേരളത്തിലെ KPCC പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് തോറ്റു കഴിഞ്ഞാൽ തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അസ്തമിക്കും. അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയതിന്റെ പേരിലാണ് ഈ സുധാകരനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഉദാഹരണം പറയാം. സുധാകരനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണെന്നുള്ളതിന് പടിയോരോട്ടൊന്ന് തെളിഞ്ഞു. KPCC പിന്നെ താൽക്കാലിക പ്രസിഡന്റ് MM ഹസൻ ചാർജ് കൊടുക്കേണ്ട ആള് VD സതീശനൊന്നും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. VD സതീശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് നിങ്ങൾ ഓർമ്മിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താ? VD സതീശൻ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് സാക്ഷാൽ സുധാകരൻ പറഞ്ഞ ബഹുമുഖങ്ങളുള്ള വ്യക്തിയാണ്. ബഹുമുഖ പ്രതിഭ എന്നല്ല, ബഹുമുഖ വൈഭവമുള്ള ആളാണ് അദ്ദേഹം. ബഹുമുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് ബഹുമുഖ വൈഭവമുള്ള പല മുഖങ്ങളുള്ള ആളാണ് VD സതീശൻ എന്നാ പറഞ്ഞത്. നമ്മുടെ ഇപ്പോ കമലഹാസനെ സകല അതുപോലെ കണ്ടാൽ മതി. അല്ല, അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ വ്യക്തമല്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ബഹുമുഖങ്ങളുള്ള ആളാണ് VD സതീശൻ എന്ന് പറഞ്ഞാൽ. ആലപ്പുഴ വെച്ച് മലയാളികൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു പച്ചത്തറി പരസ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ സതീശനെ കുറിച്ച് പറഞ്ഞ സുധാകരൻ തിരിച്ച കസരളി വരുന്നതിന് VD സതീശൻ ആഗ്രഹിക്കുന്നു പോലും ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് പറയുന്നത് ഒരുപാട് മുഖങ്ങളുള്ള ഒരു മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല കേട്ടോ. പോട്ടെ, ഞാൻ ഇനി അതിൽ തർക്കിക്കാനില്ല. അല്ലല്ല, വേറൊരു വിചിത്ര കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പൂർത്തീകരിക്കാം. വേറൊരു വിചിത്രമായ കാര്യമുണ്ട്. 2026 തെരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് ഒരു ഏകാധിപതിയെ പോലെ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ പറയും, ഞാൻ തന്നെയായിരിക്കും സിംബാബ്വെയുടെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? തന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ താൻ അനുവദിച്ചാൽ BJPയിലായിരിക്കും മുന്നറിയിപ്പ് അതിന്റെ കുറിച്ച് പറയുന്നില്ല. 2026 ഞാൻ തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, ഹൈക്കമാൻഡ് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അല്ല, ഹൈക്കമാൻഡിനെ കൊണ്ട് ഇപ്പൊ അദ്ദേഹം അംഗീകരിപ്പിച്ചല്ലോ. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വരാനായിട്ട് ഭീഷണിപ്പെടുത്തി ഡൽഹി PCC പ്രസിഡന്റ് മാതൃക താൻ സ്വീകരിക്കുമെന്നുള്ള തൊലി കൊടുത്തുകൊണ്ട് മാത്രം. കാരണം ഇരുളടഞ്ഞ ഭാവിയാ. അദ്ദേഹം തിരിച്ചു വന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോയി. ഭീഷണിയിൽ വഴങ്ങി കൊടുത്തതാണ്.